ഹായ്, ഐ ആം മിസ് ലിസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. ഇന്ന് നമ്മൾ എടുക്കുന്ന ക്ലാസ് സി മൈനർ ഹാർമോണിക്. അപ്പോൾ സി മൈനർ ഹാർമോണിക് എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നല്ലൊരു രാഗം കിട്ടും. ആ രാഗത്തിൻ്റെ പേരാണ് കീരവാണി. കീരവാണി എന്ന് പറയുന്നവരുണ്ട്, കീരവേണി എന്ന് പറയുന്നവരുണ്ട് കേട്ടോ. ഞാൻ ചില രാഗങ്ങളുടെ പേര് പറയുമ്പോൾ ചിലപ്പോൾ ഷോർട്ടായി പോകാറൊക്കെ ഉണ്ട്. നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത് കീരവേണി. അപ്പോൾ ഈ കീരവാണി ഇതിനകത്ത് നല്ലൊരു പാട്ട് നമുക്ക് എടുക്കാം. ഈ രാഗം ഇതുപോലെ തന്നെ നമ്മൾ ഈ മറ്റേ രാഗത്തിൻ്റെ പറയാം നടഭൈരവി പറഞ്ഞില്ലേ, ഒരു ഫ്രെയിമിൽ നിൽക്കുന്ന പോലെ ശങ്കരാഭരണവും നടഭൈരവിയൊക്കെ നിൽക്കുന്ന പോലെ എക്സാക്റ്റ് ആ സി മൈനർ ഹാർമോണിക് എടുക്കുന്ന ഈ രാഗമാണ് കീരവാണി. നമുക്ക് അതിൻ്റെ സ്വരസ്ഥാനം എങ്ങനെ നോക്കാം, അതിലെ പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ സി മൈനർ സ്കെയിൽ ഹാർമോണിക് എങ്ങനെയാണെന്ന് നോക്കിയാൽ ഇതാണ് സ്കെയിൽ: സി, ഡി, ഇ ഫ്ലാറ്റ്, എഫ്, ജി, എ ഫ്ലാറ്റ്, ബി, സി. ഇത് തന്നെയാണ് മക്കളെ, എക്സാക്ട് ഇത് തന്നെയാണ് കീരവാണി രാഗം കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഇവിടെ ആരംഭിച്ചുകൊണ്ട് ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, ഇത് കീരവാണി രാഗമാണ്. പക്ഷെ നിങ്ങൾ സ്കെയിൽ മാറ്റി പിടിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല, രാഗം മാറിപ്പോകും കേട്ടോ മക്കളെ. ഇത് കണ്ടോ, ഇത് വന്നിട്ട് ഇത് കണ്ടോ, ഷഡ്ജം, ശ്രുതിരിഷഭം. ശ്രുതിരിഷഭം ഇതാണ് കേട്ടോ മക്കളെ, ഇത് ശ്രുതിരിഷഭം. അപ്പൊ ഷഡ്ജം, ശ്രുതിരിഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധ മധ്യമ, പഞ്ചമ, ശുദ്ധ ദൈവത, കാകളി നിഷാദ, ഷഡ്ജം. അപ്പൊ ഈ രാഗത്തിൻ്റെ അകത്താണ് ഈ വെണ്ണിലവ എന്നുള്ള പാട്ടിരിക്കുന്നത് കേട്ടോ മക്കളെ. കാണിച്ചു തരാം. ഇതുണ്ടാ, നിങ്ങൾ പാടുമ്പോൾ ഇത് ഇച്ചിരി എടുക്കാൻ ഇച്ചിരി ഇത് കഷ്ടമുണ്ടാകും. കഷ്ടം വെച്ചാൽ ഇച്ചിരി കാണിച്ചത് ഇതിനകത്ത് ഒത്തിരി വളരെ ഡൈനാമിക് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒത്തിരി സോഫ്റ്റ് ആയിട്ട് എടുക്കും നമ്മൾ, ഇവിടെ നല്ല ലൗഡായിട്ട് എടുക്കും. ഈ ഡൈനാമിക് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വളരെ ചില സ്ഥലങ്ങളിൽ ഒത്തിരി അങ്ങ് സോഫ്റ്റ് ആയിട്ട് പാടിക്കൊണ്ട് ശബ്ദം വളരെ താഴ്ത്തി പാടിക്കൊണ്ട് ചില സ്ഥലങ്ങളിൽ ഒരുപാട് ശബ്ദം ഉയർത്തി പാടുക, അതിനാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പാട്ടിനകത്ത് നല്ല ഡൈനാമിക് ഉണ്ട്. അത് പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മൾ മിസ് എടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇതാണ് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടോ. അപ്പൊ ഇവിടെ ഇത്ര സോഫ്റ്റ് ആയി. അത് കഴിഞ്ഞ് സെക്കൻഡ് ലൈൻ വരുമ്പോ പെണ്ണേന്ന് പറയുമ്പോ പിന്നെ ഹൈല. മിസ് എടുത്തപ്പോൾ ഇവിടെ ഒരു നോട്ട് ഇടിച്ചായിരുന്നു കേട്ടോ, നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കണം, വെണ്ണിലവ. ഇവിടെ സോഫ്റ്റ്, ഇവിടെ ലൗഡ് കണ്ട. അത് കഴിയുമ്പോൾ പിന്നെ അടുത്തത് ഭയങ്കര പെണ്ണെന്ന് പറയുമ്പോൾ ഈവൻ ഹൈ ആവുക.
ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇവിടെ സോഫ്റ്റ് ആയിട്ട് എടുക്കണം, ഇവിടെ ലൗഡായിട്ട് എടുക്കണം. അതാണ് ഡൈനാമിക്കിൻ്റെ അർത്ഥം. സി മൈനർ ഹാർമോണിക്. അപ്പോൾ സി മൈനർ സ്കെയിൽ ഹാർമോണിക് വരുമ്പോൾ ഇത് കണ്ടോ മക്കളെ, ഇവിടെ 3 ഇതുണ്ടല്ലേ, ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ ഈ 3 ഫ്ലാറ്റ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് വന്ന് സി മൈനർ സ്കെയിലാണ് അല്ലേ. പക്ഷെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഹാർമോണിക്. അപ്പോൾ ഇത് 3 ഫ്ലാറ്റ് ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് റൂൾസ് ആണ് കേട്ടോ മക്കളെ. ഇവിടെ 2 ഫ്ലാറ്റാണ് നമ്മൾ വായിക്കുന്നത്, ഇത് വന്ന് നാച്ചുറലാണ് വായിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് നിങ്ങളിവിടെ 2 ഫ്ലാറ്റ് ഇട്ട് വെക്കരുത് കേട്ടോ. അത് റൂൾസ് 3 ഫ്ലാറ്റ് ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു വെളുത്ത നോട്ട് വായിക്കുന്നത് കൊണ്ട് നമ്മളുടെ ആക്സിഡന്റൽ നോട്ട് ഒന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെയാണ് കീരവാണി രാഗം. രാഗത്തിന്റെ പേരാണ് കേട്ടോ മക്കളെ, ഇതാണ് കീരവാണി. അപ്പൊ കീരവാണി എന്നാണ് ഇവത്ത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ചിലരൊക്കെ കീരവേണി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ രാഗത്തിന്റെ പേര്. അപ്പൊ ഇതെന്താ സംഭവിക്കുക, ഇവിടെ നമ്മൾ വന്ന് ഈ സി മൈനർ സ്കെയിലാണെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് ഇത് വന്ന് കറുത്ത നോട്ട് വായിക്കും അല്ലേ, ഇതുപോലെ ഒന്ന് ഇവിടെ ഉണ്ടാകും. പക്ഷേ നമ്മൾ ഇവിടെ നാച്ചുറൽ ഇട്ടോ, നമ്മളെന്താ വെളുത്ത നോട്ടാണ് വായിക്കുന്നത്. അപ്പൊ ഇതാണ് എക്സാക്ട്. നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് നൊട്ടേഷൻ്റെ ഇത് കയ്യിൽ കിട്ടുമ്പോൾ, മ്യൂസിക്കിന്റെ നോട്ട് കയ്യിൽ കിട്ടുമ്പോൾ ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു ആക്സിഡന്റൽ കാണിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട, അത് കീരവാണി രാഗമാണ് കേട്ടോ. ആ രാഗത്തിൽ ഒരുപാട് മനോഹരമായ നല്ല നല്ല പാട്ടുകളുണ്ട്. അപ്പൊ ഇതാണ് ഇതിനകത്ത് സരിഗമ പദനിസയാണ്. പക്ഷെ അവത്തിലെ ഇത് വന്ന് ദായും ഗായും നമ്മൾ കറുത്ത നോട്ടിൽ പിടിക്കണം. അതാണ് ഇവത്തിൽ പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. എന്തെങ്കിലും സംശയമുള്ളവർ മിസ്സിനെ വിളിക്കണം കേട്ടോ. മേളകർത്ത രാഗത്തിലെ 21ാമത് രാഗമാണ് കീരവാണി രാഗം. അപ്പൊ ഈ രാഗം നിങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ് പഠിക്കണം. സ്വരസ്ഥാനം മിസ് എപ്പോഴും കാണിക്കുന്നതിന്റെ കാരണം നിങ്ങൾ ആ സ്വരസ്ഥാനം പറഞ്ഞ് മനസ്സിലാക്കി പഠിച്ചാൽ ഏത് പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് തിരിച്ച് അറിയാൻ സാധിക്കും ഇത് ഏത് രാഗത്തിൽ നിന്നാണ്. സ്വരസ്ഥാനം മനസ്സിലാക്കി വെച്ചിട്ട് വേണം രാഗം നിർണ്ണയിക്കാൻ. ഇനി രാഗത്തിനെ പറ്റി തന്നെ ഒരു ക്ലാസ് ഇനി എടുക്കാം. ഇപ്പൊ എന്തായാലും മിസ് വിട പറയുകയാണ്. അടുത്ത ക്ലാസ്സിന് കാണാം. അപ്പൊ എന്തൊക്കെ ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.